ശ്രീ കാവാലം ശ്രീകുമാർ. പൃഥിവീ ശാന്ത സാഗ്നിനാ ശാന്ത സാമേ ശാന്ത ശുചം ശമയതു അന്തരിക്ഷം ശാന്തം തദ്വായുനാ ശാന്തം തന്മേ ശാന്തം ശുചം ശമയതു ദ്യൗ ശാന്ത സാദിത്യേന ശാന്ത സാമേ ശാന്ത ശുചം ശമയതു പൃഥിവീ ശാന്തിരന്തരീക്ഷം ശാന്തിർ ദ്യൗ ശാന്തിർ ദിശ ശാന്തിരവാന്തര ദിശാ ശാന്തിരഗ്നി ശാന്തിർ വായു ശാന്തിരാദിത്യ ശാന്തിശ്ചന്ദ്രമാ ശാന്തിർ നക്ഷത്രാണി ശാന്തിരാപ ശാന്തിരോഷധയ ശാന്തിർ വനസ്പതയ ശാന്തിർ ഗൗ ശാന്തിരജാ ശാന്തിരശ്വ ശാന്തി പുരുഷ ശാന്തിർ ബ്രഹ്മ ശാന്തിർ ശാന്തി ശാന്തിരേവ ശാന്തി ശാന്തിർമേ അസ്തു ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വാഗതം ആശംസിക്കുന്നതിന് UDF-ന്റെ സെക്രട്ടറി ശ്രീ CP ജോണിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഇപ്പോഴും മുഖ്യ കവാടത്തിലൂടെ കടന്നു വരുന്നത്. പലരും ഈ വേദിക്ക് ഇടതുവശത്ത് സീറ്റുകൾ സജ്ജീകരിക്കുന്നത് അറിയാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. വോളണ്ടിയർമാർ അവരെ വേദിയുടെ ഇടതുവശത്തേക്ക് വരാൻ വേണ്ടി പ്രത്യേകമായി ഡയറക്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ ജാഥയുടെ നായകനായ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഈ വേദിയിൽ സന്നിധരായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ശുക്ര നക്ഷത്രമായ ബഹുമാന്യനായ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മഹാസമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി സ്കൂൾ അസംബ്ലിയിൽ കയറി നിൽക്കുന്ന സഭാകമ്പത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഈ വേദിയിൽ സന്നിഹിതരാണ്. ഞാൻ വളരെ വേഗത്തിൽ ആമുഖങ്ങളൊന്നുമില്ലാതെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുവാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി കുമ്പളയിൽ നിന്നും ആരംഭിച്ച ഈ ജാഥയെ കേരളത്തിൻ്റെ മലനിരകളിലൂടെ, കടൽ തീരങ്ങളിലൂടെ, ഇടനാടുകളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ, ജനസഞ്ചയങ്ങളിലൂടെ, ജനസാഗരങ്ങളിലൂടെ ധീരമായി നയിച്ച് ഇന്ന് അനന്തപുരിയുടെ തിരുമുറ്റത്തേക്ക് എത്തിച്ച ഈ ജാഥയുടെ നായകനും അധ്യക്ഷനുമായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ്, ഇന്ന് ജനനേതാവായി കേരളത്തിൽ അത്യുജ്വലമായ തരത്തിൽ ഉയർന്നു വന്ന ജനവികാരത്തെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന മഹത് വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നിരുന്നു കഴിഞ്ഞിട്ടുള്ള ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഈ ജനസാഗരത്തിൻ്റെ പേരിൽ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്യുന്നത്, ചരിത്രയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന നമ്മുടെ പ്രിയങ്കരനായ വ്യക്തിത്വമാണ്.
ആരാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം കൊച്ചു കുട്ടികളോട് പോലുമില്ല. ഒരു കൊച്ചു കുട്ടിയുടെ ലാളിത്യത്തോടുകൂടി, ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ നൈർമല്യത്തോടുകൂടി, എന്നാൽ ഒരു ലോക നേതാവിൻ്റെ പെരുമയോടുകൂടി ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തെയും ലോക ജനാധിപത്യ പ്രക്രിയയെയും നയിക്കാൻ കെൽപ്പുള്ള മഹാനായ രാഹുൽ ഗാന്ധിയെ ഞാൻ ഈ ജനസാഗരത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. He has become ഒന്ന് ഒഴിവാക്കാം. He has become the doyen of international democratic polity. The Democrats in London, in Washington, in Moscow, in Beijing, in Paris, all are looking at him. What Rahul Gandhi speaks, what he says, how he walks, how he rides his bicycle. He has become an epitome of international democratic polity, and he has not only become the national leader, he is the international leader, like Jawaharlal Nehru, Indira Gandhi, or any other political leader from India. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹം ഈ വേദിയിൽ ഇരിക്കുകയാണ്. ഈ വേദിയിൽ നമ്മളോടൊപ്പം കോൺഗ്രസിന്റെ സംഘടനാകാര്യ ചുമതലയുള്ള കേരളത്തിന്റെ സംഭാവനയായ, നമ്മുടെ എല്ലാം സുഹൃത്തായ, നിങ്ങളിൽ പലരുടെയും ചേട്ടനായ, ഞങ്ങളെപ്പോലുള്ളവരുടെ കൊച്ചനുജനായ KC വേണുഗോപാൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ 1 മണിക്കൂർ എടുക്കുമെന്നതുകൊണ്ട് പാലോട് രവി എനിക്ക് ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് മുഖ്യ പ്രഭാഷണത്തിനു വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന മാന്യ വ്യക്തിത്വത്തെയാണ്. ആരാണ് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ? മതേതര കേരളത്തിൻ്റെ, മതേതര ഇന്ത്യയുടെ പ്രവാചക തുല്യനായ, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമായ പാണക്കാട് സയ്യിദ് സാഹദലി ശിഹാബ് തങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. വർഗീയ കലാപങ്ങളുടെയും വർഗീയ വിക്ഷുബ്ധതയുടെയും വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും മുന്നിൽ സൗമ്യമായ ചിരി കൊണ്ട് തൻ്റെ ഹരിത പതാക ഉയർത്തി നിൽക്കുന്ന അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ നന്മയുള്ള മുഴുവൻ മനുഷ്യരുടെയും നേതാവാണ് എന്ന് ഞാൻ വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നവർ ശ്രീമതി ദീപാദാസ് മുൻഷി, ACCയുടെ ജനറൽ സെക്രട്ടറി. ഞാൻ ദീപാദാസ് മുൻഷി ഇന്ന് മലയാളിയായിട്ടുണ്ട്. ഷീ ഹാസ് ബിക്കം എ മലയാളി. നൗ ഷീ ഈസ് ലിവിംഗ് വിത്ത് us and she has become a Malayali leader. I welcome ദീപാദാസ് മുൻഷി ജി. നമ്മുടെ സണ്ണി ജോസഫ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. KPCCയുടെ അഭിവന്ദ്യനായ പ്രസിഡന്റ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ എല്ലാം ഓമനയായ രമേശ് ചെന്നിത്തലയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരത്തിന്റെ MP ശശി തരൂർ, 4 തവണ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച ശശി തരൂരിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയരുന്ന പ്രതിഭാസമായി മാറിയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ കൊടിക്കുന്നിൽ സുരേഷ് MPയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ UDFന്റെ കൺവീനർ അടൂർ പ്രകാശ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹേബ് ഇവിടെ എത്തിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി സാഹേബ്, ഞാൻ അദ്ദേഹത്തെ വികസനത്തിന്റെ അംബാസിഡർ എന്നാണ് വിളിക്കാറുള്ളത്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം കാരണവരായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ ആദ്യത്തെ കൺവീനർ ആയിരുന്ന, ഇന്നും നമ്മുടെ എല്ലാം നായകനായ PJ ജോസഫ് സാറിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനായ
RSPയുടെ ജനറൽ സെക്രട്ടറി ഷിബു ബേബി ജോണിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ പ്രേമചന്ദ്രൻ MP-യെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞ കേരള കോൺഗ്രസിന്റെ നേതാവ് അനൂപ് ജേക്കബിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മാണി സി കാപ്പൻ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി G ദേവരാജനെ ഞാൻ ഈ ജനസാഗരത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. JSSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും JSSന്റെ ജനറൽ സെക്രട്ടറിയുമായ രാജൻ ബാബുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ DCCയുടെ പ്രസിഡന്റ് ശക്തൻ നാടാരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. UDFന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള PK വേണുഗോപാലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സച്ചിൻ പൈലറ്റ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ മുഴുവൻ ആളുകളെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എല്ലാവർക്കും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജാഥാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനും ഒരു ജാഥാംഗമാകുന്ന ആ ജാഥാംഗങ്ങൾക്ക് ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ ജാഥ തീർന്നു പോയല്ലോ, നാളെ എന്ത് ചെയ്യും എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ശ്രീകണ്ഠനുണ്ട്, ബെന്നിയുണ്ട്, ഷാനിമോൾ ഉസ്മാനുണ്ട്, നേരത്തെ പേര് പറഞ്ഞ എല്ലാവരുമുണ്ട്. എല്ലാവരെയും ഞാൻ ബെന്നി ബെഹനാൻ ഞങ്ങളുടെ ഒരു നേതാവായിട്ട് തന്നെ പ്രവർത്തിച്ചു. ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ ശ്രമിച്ചാൽ വിട്ടുപോകുമെന്നതുകൊണ്ട് എന്നെ പാലോട് രവി നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദനങ്ങൾ. ഈ ജനസാഗരത്തിന് ചരിത്ര പ്രസിദ്ധമായി തീരാൻ പോകുന്ന ഈ മഹായോഗത്തിന്റെ പങ്കാളികളായ നിർമ്മിതാക്കളായ ചരിത്രത്തെ പുതിയ യുഗത്തിലേക്ക് മാറ്റിമറിക്കാൻ കച്ചകെട്ടി വന്നിരിക്കുന്ന മുഴുവൻ UDF പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ ബീച്ച് ആദരണീയനായ PJ ജോസഫ് സാർ നിങ്ങളോട് ഏതാനും വാക്കുകൾ സംസാരിക്കും. സാർ ഇവിടെ അത് ഓൺ ചെയ്യൂല. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആദരണീയനായ രാഹുൽ ഗാന്ധിജി, ഈ ജാഥ നയിച്ച പുതിയ ജാഥ നയിച്ച ശ്രീ VD സതീശൻ അവറുകളെ, ഈ അധ്യക്ഷവേദിയിലുള്ള ബഹുമാനന്റെ ഞങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. 10 വർഷക്കാലത്തെ ദുർഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ അധികാരത്തിൽ നിന്നകറ്റി UDFൻ്റെ ഒരു സർക്കാരിനെ ഇവിടെ അധികാരത്തിലേറ്റാൻ വേണ്ടി നടത്തിയ ഈ പുതുയുഗയാത്ര സമാപനത്തിലെത്തിയിരിക്കുകയാണ്. നാടെങ്ങും ലക്ഷക്കണക്കിന് ആളുകൾ സ്വീകരണം നൽകിയ ഈ ജാഥ തീർച്ചയായിട്ടും ഒരു പുതുയുഗമാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് ജാഥ നയിച്ചത്. എല്ലാ ഭാഗത്തു നിന്നും കിട്ടിയ സ്വീകരണം വളരെ അഭൂതപൂർവമായിരുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് വരുമ്പോൾ തിരുവനന്തപുരം അദ്ദേഹത്തെ സ്വീകരിക്കാനാണ് എത്തിയിരിക്കുന്നു. ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ചുരുക്കും. ആദരണീയനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. പ്രിയങ്കരായ രാഹുൽജി, വേദിയിലുള്ള ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, നമ്മുടെ സമുന്നതരായ നേതാക്കന്മാർ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ശ്രീ VD സതീശൻ നയിച്ച ഈ പുതുകയാത്ര കേരളത്തെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കും, ഭരണത്തിലെത്തും, യാതൊരു സംശയവും വേണ്ട. ഇന്ന് കേരളം UDFനെ ഭരണത്തിലെത്തിക്കും. നമുക്കറിയാം, ഇന്നിവിടെ കാണുന്ന ഈ ജനക്കൂട്ടം ആർത്തിരമ്പുന്നത് 10 വർഷമായി കേരളം അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്ന അതിനുള്ള പരിപാടികൾ
ശ്രീ രാഹുൽജി ഇവിടെ പ്രസംഗിക്കും. അത് കേൾക്കാനാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയങ്കരനായ UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്. ഏറ്റവും ആദരണീയനായ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽജി, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ്, വേദിയിലെ UDFൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാരെ, ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് വേണ്ടി നീങ്ങുന്നതിന് വേണ്ടിയാണ്. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങുവാൻ വേണ്ടിയുള്ള പ്രയാണത്തിൽ നമ്മൾക്കേവർക്കും ഒത്തുചേർന്നുകൊണ്ട് ഒന്നിച്ചു പോകണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF 100 സീറ്റിൽ കുറയാതുള്ള സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തരും എല്ലാ അർത്ഥത്തിലും പ്രവർത്തിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP. പുതുയുഗ യാത്രയുടെ നായകൻ ശ്രീ VD സതീശൻ, ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ആരാധ്യനും പ്രിയങ്കരനുമായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വിസ്മയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും ഒട്ടേറെ വിസ്മയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിസ്മയങ്ങൾ ഈ കേരളത്തിൽ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പുതുയുഗ യാത്രയ്ക്ക് ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും, അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരിയിലെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പ്രിയങ്കരനായ നമ്മുടെ MP ശ്രീ ഡോക്ടർ ശശി തരൂർ. ആദരണീയ രാഹുൽജി, ഇവിടെ ഇരിക്കുന്ന എല്ലാ UDF നേതാക്കളെ, തിരുവനന്തപുരത്ത് കൂടിയെത്തിയ എല്ലാ മഹാജനങ്ങളെ, ഇന്ന് പുതുയുഗ യാത്രത്തിൻ്റെ സമാപനം മാത്രമല്ല, ഒരു പുതുയുഗത്തിൻ്റെ ആരംഭമാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ സംസ്ഥാനത്തിനെ ഭരിക്കാൻ പോകുന്നത്. ഈ വിജയം നിങ്ങളുടെ വിജയമായിരിക്കും. UDF നിങ്ങളുടെ പേരിൽ ഈ നാടിൽ ഒരു പുതിയ യുഗം കൊണ്ടുവരും, ഒരു സംശയവും വേണ്ട. ഓരോരോ ആവശ്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വ്യവസായങ്ങളെ കൊണ്ടുവരാൻ നിക്ഷേപം ഈ സംസ്ഥാനത്ത് ആവശ്യമുണ്ട്, തൊഴിൽ ആവശ്യമുണ്ട്. ഇതിനെല്ലാത്തിനെയും കുറിച്ച് ചിന്തിച്ച് നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണിയാണ് UDF. നിങ്ങളുടെ നാളെ നന്നാക്കാനാണ് UDF മത്സരിക്കുന്നത്. ഞാൻ ഒരിക്കലും കൂടി നിങ്ങളെല്ലാവരെയും സാന്നിധ്യം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി, ഈ വിജയം നിങ്ങളുടെ ആയിരിക്കും, UDFൻ്റെ ആയിരിക്കും. ജയ് UDF, ജയ് ഹിന്ദ്. നമ്മുടെ മുൻ PCC പ്രസിഡന്റും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായ പ്രിയങ്കരനായ K സുധാകരൻ MP. പ്രിയമുള്ളവരെ, ഇന്നൊരു നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത്.
നമ്മുടെ പ്രിയങ്കരനായ രാഹുൽജിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പൊതുയോഗം ഒരുപക്ഷെ ചരിത്രത്തിൽ അപൂർവമായൊരു പൊതുയോഗത്തിൽ ഒന്നാണ്. ഇവിടെ ഏതാണ്ട് 10 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം ഈ നാടിനെ എവിടെ കൊണ്ടുപോയി എത്തിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറയാതെ നിങ്ങൾക്കത് അറിയാമെന്ന് എനിക്കറിയാം. ഈ നാട് നശിച്ച് നശിച്ച് നാശത്തിൻ്റെ ഗർത്തത്തിലേക്ക് ഈ കൊച്ചു കേരളം കടന്നു പോവുകയാണ്. ഇവിടെ എന്ത് കിട്ടി? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എൻ്റെ നാട്ടുകാരനാണെന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു. കഴിവും പ്രാപ്തിയുമില്ലാത്ത ഒരു മുഖ്യമന്ത്രി, രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഈ നാടിൻ്റെ ഹൃദയഭാരത്തെക്കുറിച്ച് നോട്ടമില്ലാത്ത അറിവില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഈ നാടിൽ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടവൻ പട്ടിണി കിടക്കുമ്പോ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാത്ത ഈ മുഖ്യമന്ത്രി എൻ്റെ നാട്ടുകാരനാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ നാട് കേരളമാണ്. ഇവിടെ വിദ്യാസമ്പന്നരുടെ നാടാണ് ഈ നാട്. ഇവിടെ ഈ നാട് മുൻപോട്ട് പോകുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കും. ഞാൻ ഏറെ പ്രസംഗിക്കുന്നില്ല. ഇതേ കാണുന്നു, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിറദീപങ്ങളെ പോലത്തെ ഈ പാർട്ടി, വ്യത്യസ്തമായ UDF പാർട്ടികളുടെ നേതാക്കന്മാർ ഇവിടെ ഇരിക്കുന്നു. അവർക്കെല്ലാം 10 വാക്ക് പറയണമെങ്കിൽ മണിക്കൂർ വേണം. അതുകൊണ്ട് ഞാൻ ഏറെ സംസാരിക്കുന്നില്ല. ഈ നാടിനെ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ, കള്ളന്മാരിൽ നിന്ന് മോചിപ്പിക്കാൻ, കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ലേ? ഉള്ള കള്ളപ്പണം മുഴുവൻ പാട്ടപ്പിരിവ് നടത്തി ഉണ്ടാക്കിയ പണം മുഴുവൻ മുക്കിയടിച്ചു കൊണ്ടുപോയ കഥകളൊക്കെ അവർ തന്നെ സമ്മതിച്ചില്ലേ? അവർ പറഞ്ഞില്ലേ ഈ നാട്ടിൽ അധ്വാനിക്കുന്നവന്റെ കാശ് വാങ്ങി ആ കാശ് അടിച്ചെടുത്ത് കൊണ്ടുപോയത് അവർ സമ്മതിച്ചില്ലേ? കള്ളന്മാരല്ലേ അവർ? ആ കള്ളന്മാരുടെ കയ്യിൽ ഈ ഭരണം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അത് ഇവിടെ നമ്മൾ പിടിച്ചു നിർത്തണം. ആ നിർത്താനുള്ള പോരാട്ടമാണ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടത്തുന്നത്. ആ പോരാട്ടത്തിൽ അംഗഭംഗമാകാൻ, അതിൽ പങ്കെടുക്കാൻ, അതിൽ ഭാഗം ചേരാൻ, അതിനോടൊപ്പം യോജിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം കടന്നു വന്നതിൽ നിങ്ങൾക്ക് ഞാൻ 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനനായ ശ്രീ രമേശ് ചെന്നിത്തല. യോഗത്തിൻ്റെ അധ്യക്ഷൻ, പ്രിയങ്കരനായ ഈ ജാഥയുടെ നായകൻ ശ്രീ VD സതീശൻ, ജനാധിപത്യ ഭാരതത്തിൻ്റെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിജി, KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അടക്കം അഭിവന്ദനായ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 1 മാസക്കാലത്തിലേറെയായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച പൊതുയുഗ യാത്രയാണ് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ കരുത്തുറ്റ നേതാവ്, ആരാധ്യനായ ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 10 വർഷത്തെ കേരളത്തിന്റെ ദുർഭരണം അവസാനിപ്പിച്ച് 100 സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാട് മുടിച്ചൊരു ഭരണമാണ് കേരളത്തിലുള്ളത്. സാധാരണക്കാരന്റെ ജീവിതം അനുദിനം ദുസ്സഹമാക്കുന്ന ഒരു ഗവൺമെന്റ്, ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാത്തൊരു ഗവൺമെന്റ്, സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കഴിയാത്തൊരു ഗവൺമെന്റ്. ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് പരസ്യങ്ങൾ കൊടുക്കുകയാണ്.
കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുകയാണ്. എത്ര പരസ്യങ്ങൾ നൽകിയാലും മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളുടെ മുഖം നന്നാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നാടിനെ തകർത്ത, കേരളത്തെ 10 വർഷം പുറകോട്ട് കൊണ്ടുപോയ, ഒരു വൻകിട വികസന പ്രവർത്തനവും നടത്താത്ത, സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കാത്ത ഒരു അഴിമതി ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നു. ഈ ഭരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായിരുന്നില്ല. ഈ ഭരണത്തെ അതുകൊണ്ട് തന്നെ ജനങ്ങൾ എതിർക്കുന്നു. ജനങ്ങൾ ഒരു തുടർ ഭരണത്തിന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾ എല്ലാവിധ ശക്തി ഉപയോഗിച്ച് എന്തെല്ലാം സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ചെയ്താലും കേരളത്തിലെ ജനങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന കാര്യത്തെ തർക്കം വേണ്ട. പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ശക്തി ദുർഗമാണ്. നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ ഇന്ത്യയിൽ ഒരു നേതാവ് മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിന്റെ കുത്തൊഴുക്കായിരുന്നു ഈ യാത്ര. ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത വി.ഡി. സതീശനെയും UDF നേതാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA. പ്രിയപ്പെട്ട രാഹുൽജി, പുതുയുഗ യാത്രയുടെ നായകൻ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ വി.ഡി. സതീശൻ, ഈ ജാഥ കാസർഗോഡ് നിന്ന് ഉദ്ഘാടനം ചെയ്ത AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP, അഭിവന്യ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ജനസഞ്ചയത്തിൻ്റെ ആവേശകരമായ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഒരു മാസക്കാലമായി നമുക്കറിയാം, പുതുക യാത്ര കേരളത്തിൻ്റെ വടക്കൻ ഭാഗം മുതൽ തെക്കേ അറ്റം വരെ സഞ്ചരിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്യനായ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ ആശയം ആവേശവുമായ രാഹുൽജി, നമുക്കറിയാം നമ്മുടെ മലയാളികളുടെ, കേരളീയരുടെ സുഖദുഃഖങ്ങളിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ ഒരു മാസക്കാലം വിവിധ ഘട്ടങ്ങളിലായി നമ്മോടൊപ്പമുണ്ട്. എറണാകുളത്ത് ചേർന്ന മഹാപഞ്ചായത്ത് രാജ് നമ്മൾക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ ആവേശകരമായ വിജയം നൽകിയ ജനപ്രതിനിധികൾക്ക് നൽകിയ സ്നേഹസംഗമം, ആ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽജി നമുക്ക് ആവേശം വിതറിയെങ്കിൽ, കണ്ണൂരിൽ അധ്വാനിക്കുന്ന കൃഷിക്കാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടാണ്, അവരുടെ ദുരിതങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് രാഹുൽജി കഴിഞ്ഞയാഴ്ച പറന്നെത്തിയത് എങ്കിൽ, വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്ന പദ്ധതിയുമായിട്ടാണ് രാഹുൽജി വയനാട്ടിലെത്തിയത് എങ്കിൽ, ഇന്നലെ കൊല്ലത്ത് മഹാത്മജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സന്ദർശനത്തിൻ്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയാണ് രാഹുൽജി ചെയ്തത് എങ്കിൽ, പിന്നീട് ഇടുക്കിയിൽ മരിയൻ കോളേജിലെ വിദ്യാർത്ഥിനികളുമായി സംവദിക്കുകയും തോട്ടം തൊഴിലാളികളുമായി അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത രാഹുൽജി ഇന്ന് ശിവഗിരി സന്ദർശിച്ച്, അതുപോലെ തന്നെ ടെക്നോ പാർക്കിൽ IT വിദഗ്ധരുമായി ആശയവിനിമയം ചെയ്തുകൊണ്ടാണ് ഈ പുതുക യാത്രയുടെ സമാപന പരിപാടി ഇവിടെ എത്തിയിട്ടുള്ളത്. രാഹുൽജിയുടെ ആവേശകരമായ നേതൃത്വത്തിന്, സജീവമായ സാന്നിധ്യത്തിന്, പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് പുതുക യാത്ര വൻ വിജയമാക്കിയ UDF പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്. കഴിഞ്ഞ നാളുകളായി
കേരളത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി സംഘടനാപരമായി നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ AICC ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി ഏതാനും വാക്കുകൾ. Our beloved leader Rahul Gandhi ji, KC Venugopal ji, Sunny Joseph ji, VD Satishan ji, all the leaders sitting on the stage, Thangal ji, Kunyali Kutti ji, all the UDF leaders, Shibu Baby John, Kerala Congress Joseph ji, CP John ji, all the other leaders, senior leaders on the stage, and the people who are ready to bring back the glory of UDF. I welcome everyone. You are ready? Are you going to fight? Are you ready? Be strong. We will aggressively fight and bring back the glory of UDF again. Jai Hind. കേരളത്തിലെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി നിൽക്കുന്ന രാജ്യത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഏറ്റവും പ്രിയങ്കരനായ യാത്രയുടെ നായകൻ സതീശൻ, പ്രിയങ്കരനായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യം ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, അഭിനന്ദനായ തങ്ങൾ ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 10 കൊല്ലങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഒരു ഭരണമാറ്റത്തിനായി ജനങ്ങൾ കാതോർത്ത് നിൽക്കുകയാണ്. കാരണം 10 കൊല്ലക്കാലമായി കേരള ജനതയെ ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിൻ്റെ പടിയിറക്കം കാത്തു നിൽക്കുകയാണ് കേരളത്തിലെ ജനതയൊന്നാകെ എന്ന് നമുക്കറിയാം. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് കാസർഗോഡ് നിന്നും ശ്രീ സതീശിൻ്റെ നേതൃത്വത്തിൽ UDFൻ്റെ എല്ലാ നേതാക്കന്മാരും അണിനിരന്ന് നടത്തിയ ജാഥയിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് ഇന്ന് കേരള സംസ്ഥാനത്തൊട്ടാകെ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നു. ഇന്ന് സുപ്രീം കോടതി ഒരു നിർണായകമായ ചോദ്യം ചോദിച്ചു കേരള സർക്കാരിനോട്. ശബരിമലയിൽ ഇനി ബാക്കി വല്ലതും വെച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. അതിനപ്പുറം ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ടോ? ഈ ചോദ്യം സുപ്രീം കോടതി ചോദിക്കുമ്പോൾ ഇതേ ചോദ്യം കേരളത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ധൂർത്തും കെടുകാര്യസ്ഥതയും അഴിമതിയും കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അമിതഭാരം നൽകിയ ജനങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഖജനാവിൽ ഇനി വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ മിസ്റ്റർ പിണറായി? പിൻവാതിൽ നിയമനത്തിലൂടെ കേരളത്തിലെ തങ്ങളുടെ ബന്ധുക്കളെയും തങ്ങളുടെ പാർട്ടി സഹപ്രവർത്തകരെയും നിയമിച്ചതിൻ്റെ ഭാഗമായിട്ട് PSC റാങ്ക് ലിസ്റ്റിൽ പോലും 1ാം റാങ്കിൽ പോലും കിടക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ജോലി തരാൻ ഇനി വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? നമുക്കറിയാം, സർക്കാർ ജീവനക്കാരൻ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ആവശ്യപ്പെടുന്നു. ആ 10 കൊല്ലവും ഒന്നും കൊടുക്കാതെ, ആ 10 കൊല്ലക്കാലമായി നിങ്ങൾ ഒന്നും ചെയ്യാതെ അവസാനം ഭരണം മാറി വരുമ്പോൾ അടുത്ത സർക്കാരിൻ്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വെച്ച് നിങ്ങളിപ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ട് നാണം വല്ലതും ബാക്കിയുണ്ടോ പിണറായി എന്ന് ചോദിക്കുന്ന ചോദ്യവും നമുക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് കേരളം കാത്തിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം ഉറപ്പിക്കുമെന്നുള്ള സംശയം വേണ്ട. വിലക്കയറ്റം കൊണ്ട് പാവപ്പെട്ട വീട്ടമ്മ പൊറുതിമുട്ടുകയാണ്. അടുക്കള മുഴുവൻ കാലിയാണ്. സർക്കാരിന് നാണമില്ലാതെ പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി പബ്ലിസിറ്റിയാണ്.
UDF ഇരുണ്ട കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. UDF ഇരുണ്ട കാലത്തെക്കുറിച്ച് 10 കൊല്ലം കഴിഞ്ഞ് പരസ്യം സർക്കാരിന്റെ ചെലവിൽ, അതും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് 10 കൊല്ലം മുമ്പുള്ള UDF ഭരണത്തെക്കുറിച്ച് പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളത് ചെയ്യുന്നത് മിസ്റ്റർ പിണറായി? പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാത്തവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിയും എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് UDF ഉജ്ജ്വലമായ മുന്നേറ്റമാണ്. ഇന്ന് രാവിലെ ടെക്നോ പാർക്കിൽ ഞാൻ അഭിമാനപൂർവ്വം നോക്കിക്കണ്ടു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെ ടെക്നോക്രാറ്റുകളായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, അതിൽ സിഇഒമാരുണ്ട്, കമ്പനി സെക്രട്ടറിമാരുണ്ട്, അവരോടൊക്കെ സംവാദം നടത്തുന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിശ്ചയദാർഢ്യത്തോടെ വളരെ ശക്തമായിട്ട് മറുപടി പറഞ്ഞ ഇന്ത്യയുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടു. ഇവിടെ ചില സംഘികൾ കഴിഞ്ഞ കുറേ കാലമായി പ്രചരിപ്പിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച്. ആ സംഘികളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതുപോലെ ഒന്നിരിക്കാൻ, ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധി ഇരുന്ന പോലെ ഇരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒന്ന് വിരുന്നാട്ടെ. 10-12 കൊല്ലമായിട്ടൊരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. പത്രക്കാരൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്ന നിങ്ങളോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇതുപോലുള്ള സംവാദത്തിന് ജനങ്ങളെ കേൾക്കാൻ, പാവപ്പെട്ടവന്റെ പരിദേവനം കേൾക്കാൻ കേൾവി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇരിക്കുന്ന നിര കേരളത്തിലെ UDF ഏറ്റവും ശക്തമായ നിരയാണ്. കേരളത്തിലെ UDF ഒറ്റക്കെട്ടാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ നിരയാണ് ഇരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. ഒരു നല്ല കേരളം കെട്ടിപ്പടുക്കാൻ 10 കൊല്ലം കൊണ്ട് തകർത്തെറിഞ്ഞ കേരളത്തെ പിടിച്ചുയർത്തി ചെറുപ്പക്കാരൻ്റെ, വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകാൻ പുതിയ ഭാവനയുമായി, പുതിയ നയങ്ങളുമായി ഐക്യജനാധിപത്യ മുന്നണി നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് ജനങ്ങൾ അംഗീകരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിൻ്റെ നന്ദിയാണ് ഇന്നലെയും ഇന്നുമൊക്കെ കേരളം കണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ ഒന്നിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇത് പുണ്യമാസമാണ്. ഇത് വ്രതാനുഷ്ഠാനങ്ങളുടെ മാസമാണ്, റംദാൻ മാസമാണ്. ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മറ്റാരുമല്ല, ശ്രീ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. വളരെ വിനയത്തോടെ തങ്ങളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മതേതര ഇന്ത്യയുടെ ശക്തനായ തേരാളി ശ്രീ രാഹുൽ ഗാന്ധി അവറുകളെ, ഈ ജാഥയുടെ നായകൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവറുകൾ, KPCCയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കളെ, വേദിയിൽ ഉപവിഷ്ടരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കൾ, ഇവിടെ കൂടിയ പ്രിയ സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ശ്രീ VD സതീശൻ അവരുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം കുറിക്കുന്ന യാത്ര, പുതുയുഗ യാത്ര എന്നാണല്ലോ ഇതിൻ്റെ പേര്, കേരളത്തിന് ഒരു പുതിയ വസന്തകാലം സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ VD സതീശൻ കേരളത്തിൽ വടക്കേ അറ്റം മുതൽ ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയും അദ്ദേഹം അത് തുടക്കം കുറിച്ചു എന്ന് മാത്രം, പക്ഷേ ഈ യാത്ര നടത്തിയത് കേരളത്തിലെ മുഴുവനും ജനങ്ങളാണ് എന്നുള്ളതാണ് ഈ പുതുയുഗ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ഇതിനിടയ്ക്ക് വേറെ ചില യാത്രകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. ആ യാത്രകളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ആ യാത്രകൾക്കൊന്നും സ്വീകരണമല്ല ലഭിച്ചത്, യാത്രയപ്പാണ് ലഭിച്ചത് എന്ന് നമുക്ക് ആ യാത്ര കണ്ടാൽ നമുക്ക് തോന്നാറുണ്ട്. ഇത് കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയാണ്.
കേരളത്തിന് ചിലർക്കൊക്കെ യാത്രയപ്പ് നടത്താനുള്ള ഇലക്ഷനാണ് ഇനി വരാനിരിക്കുന്നത്. കേരളത്തിന് ഒരു പുതിയ ഭരണത്തെ നേടിയെടുക്കുവാനുള്ള ഇലക്ഷൻ കൂടിയാണ് വരാനിരിക്കുന്നത്. അത് UDFൻ്റെ ഇലക്ഷനാണ്. UDF ഒറ്റക്കെട്ടാണ്, സർവസജ്ജമാണ്. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ UDFൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ തലങ്ങളിലും ഐക്യവും കെട്ടുറപ്പും നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നമുക്ക് വലിയ വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞു. അത് UDFൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം മൂലമാണ്. നമുക്കൊരു കാര്യം വ്യക്തമാണ്, UDF എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിട്ടുള്ള ചരിത്രമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് UDF മാർക്ക് ചെയ്തിരിക്കുന്നു. UDF അത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് കഴിഞ്ഞ 30 ദിവസക്കാലമായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനോടൊപ്പം ജീവിച്ച പ്രിയങ്കരനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എല്ലാം സ്വപ്നവും പ്രതീക്ഷയുമായ ബഹുമാന്യനായ ശ്രീ രാഹുൽജി, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ പാണക്കാട് സയ്യദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, AICCയുടെയും നേതാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ ജാഥ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളികളായ സഹപ്രവർത്തകരെ, വ്യക്തിപരമായി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു ഈ പുതുയുഗ യാത്ര. ഈ യാത്ര ഹൃദയത്തിലേറ്റി, നെഞ്ചിലേറ്റി തിരുവനന്തപുരം വരെ എത്തിച്ച മുഴുവൻ UDF നേതാക്കളോടും പ്രവർത്തകരോടും നിറകണ്ണുകളോടെ ഞാൻ നന്ദി പറയുന്നു. നമ്മൾ ആരംഭിച്ചപ്പോൾ പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ മടങ്ങ് ജനക്കൂട്ടമാണ്, ചെറുപ്പക്കാരും സ്ത്രീകളും അടക്കമുള്ള വൻ ജനാവലി ഈ യാത്രയെ അവരുടെ യാത്രയാക്കി മാറ്റിയത്. ഈ യാത്രയ്ക്ക് ചില സവിശേഷതകൾ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റപത്രം ജനങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചു. പക്ഷേ അവിടെ മാത്രം നമ്മൾ ഒതുങ്ങി നിന്നില്ല. നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, ഞാൻ ആവർത്തിച്ചു പറഞ്ഞതുപോലെ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ്. എവിടെയെല്ലാം ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയെല്ലാം നമ്മൾ നമ്മുടെ കേരളത്തെ കൈപിടിച്ചുയർത്തും. അതിനുവേണ്ടി തയ്യാറാക്കിയ പദ്ധതികൾ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, കാർഷിക മേഖലയിൽ സ്വപ്നതുല്യമായ പദ്ധതികൾ, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുമായി 14 ജില്ലകളിലും നമ്മൾ സംവദിക്കാം പുതുയുഗത്തിനായി എന്ന ചർച്ച നടത്തി അവരിലൂടെ സമാഹരിച്ച ഡോക്യുമെന്റുകൾ എല്ലാം തയ്യാറാക്കി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇന്ത്യയിൽ ഒരു പ്രസ്ഥാനവും ചെയ്യാത്ത തയ്യാറെടുപ്പോടു കൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ കേരളത്തിനൊരു മാറ്റമുണ്ടാക്കണം. നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി അനുയോജ്യമായ തരത്തിൽ കേരളത്തെ നമുക്ക് ഈ രാജ്യത്തിൻ്റെ നെറുകയിലെത്തിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. UDF കേരളത്തിലെ ജനങ്ങൾക്ക് വാക്ക് തരുന്നു, ഒരു നിയോ കേരള മോഡൽ. പഴയ കേരള മോഡലല്ല, അത് കാലഹരണപ്പെട്ടു. ഒരു പുതു കേരള മോഡൽ, ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന, രാജ്യം മുഴുവൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു നിയോ കേരള മോഡൽ. അതാണ് UDFന്റെ വാക്ക്. ഗുഡ് ഗവേണൻസ്, സദ്ഭരണം, കൃത്യമായ ഇടപെടലുകളിലൂടെ സാധാരണക്കാരന്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഈ സെക്രട്ടേറിയറ്റ്, കേരളത്തിലെ ഈ സെക്രട്ടേറിയറ്റ്
ഭരണസിരാ കേന്ദ്രം ഇന്ത്യയിലെ നമ്പർ 1 എഫിഷ്യന്റ് സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റി. എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും അക്കൗണ്ടബിലിറ്റി, ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി. ആ അക്കൗണ്ടബിലിറ്റിയെ നിയമവൽക്കരിച്ച് സ്വകാര്യ സംവിധാനങ്ങളെയും കോർപ്പറേറ്റ് മേഖലകളെയും പോലും വെല്ലുന്ന എഫിഷ്യൻസി ഗവൺമെന്റ് സെക്ടറിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. അതിനുള്ള കൃത്യമായ പദ്ധതികൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി ആലോചിച്ച് തയ്യാറാക്കിയ പദ്ധതികൾ തൊഴിൽ രംഗത്ത് അത്ഭുതകരമായ മാറ്റമുണ്ടാക്കുന്ന, വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാക്കുന്ന, ആരോഗ്യ രംഗത്ത് മാറ്റമുണ്ടാക്കുന്ന പദ്ധതികൾ UDFനുണ്ട്. ആ പദ്ധതികൾ ഫലപ്രദമായി നമ്മൾ നടപ്പാക്കുക തന്നെ ചെയ്യും. ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ, സങ്കടങ്ങളുമായി ജീവിക്കുന്നവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള പദ്ധതികൾ ഉണ്ടാകും. ഈ നാടിന് മുഴുവൻ മാറ്റമുണ്ടാകുന്ന തരത്തിൽ ഒരു വലിയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി UDF വരികയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ജാഥയിൽ എന്നോടൊപ്പം പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി അവരോട് നന്ദി പറയുന്നു. കാരണം അവരെല്ലാം കഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇത് മനോഹരമായി, അതിമനോഹരമായി സംഘടിപ്പിച്ച, നിങ്ങൾക്കറിയാം, കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആൾക്കൂട്ടം, അതിൻ്റെ സംഘാടന മികവ്, അതെല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾക്കാണ് അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് എന്ന് വിനയപൂർവ്വം ഞാൻ പറഞ്ഞുകൊണ്ട്, എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഈ സമാപന സമ്മേളനം ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാക്കി മാറ്റാൻ ഇവിടെ എത്തിയ പ്രിയങ്കരനായ രാഹുൽജിയോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പോരാളികളെ പോലെ നമ്മളെല്ലാവരും, വേദിയിലിരിക്കുന്നവരും നിങ്ങളും, ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ UDF ആവർത്തിച്ചു പറയാറുള്ളത് പോലെ വെറും UDF അല്ല, ടീം UDF. നമ്മളെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും നിലമ്പൂരും നമ്മുടെ ഭൂരിപക്ഷം അതിനു മുമ്പ് നമ്മൾ പ്രവചിച്ചു, ഇല്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടി. നമ്മൾ അതിനു മുമ്പ് എത്ര സീറ്റ് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം കിട്ടി. ആ വിജയവും നമ്മൾ പ്രവചിച്ചു. അതേ വഴിയിൽ അതിൻ്റെ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഞാൻ പറയുന്നു, ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരും. അതിൻ്റെ ചുമതല മുഴുവൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി, ഈ രാജ്യം എവിടെയെല്ലാം നമ്മുടെ മൂല്യങ്ങൾ ചവിട്ടി പതിക്കപ്പെടുന്നുണ്ടോ ആ മൂല്യങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിന് ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ജനനായകൻ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 30 ദിവസക്കാലമായി ഈ സംസ്ഥാനത്തുടനീളം നടന്ന ഈ മഹായാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും. അതിനു മുമ്പായി ആദരണീയനായ തങ്ങൾ ചന്ദ്രികയുടെ ഒരു പുനർപതിപ്പ് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. ബഹുമാനനായ ശ്രീ അബ്ദുൽ സമദ് സമദാനി ഇത് പരിഭാഷപ്പെടുത്തും. Thank you. Deepa Das Munshi ji, that other one also. Deepa Das Munshi ji, KC Venugopal ji, Sunny Joseph ji, VD Satishan ji,
Sadiq Ali Shihab Tangal ji, Ramesh Chenithala ji, Adhur Prakash ji, Shashi Tharoor ji, Sachin Pilot ji, UDF leaders on the stage, dear party workers, UDF workers, brothers and sisters, friends from the media, and everybody who is watching in Kerala and beyond, I'd like to welcome all of you. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ UDF-ന്റെ നേതാക്കളെ, പാർട്ടി പ്രവർത്തകരും UDF പ്രവർത്തകരുമായ ബഹുമാന്യ സഹോദരങ്ങളെ, കേരളത്തിനകത്തും പുറത്തു നിന്നുകൊണ്ട് ഈ മഹാസംഭവത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സഹോദരന്മാരെ, സ്നേഹിതരെ, നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. It's nice to see Sanju Samson, star of India's quarter-final and semi-final victory in T20 World Cup, is from Trivandrum. വേൾഡ് കപ്പിൽ പങ്കെടുത്ത ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ, അവരുടെ മഹത്തായ പ്രകടനത്തെ, ആ പ്രകടനം കാണുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഞാൻ അവരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. സഞ്ജു സാംസണെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഈ സദസ്സിന്റെ പേരിൽ നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. Of course, he's a well-known cricketer, so we are congratulating him, congratulating the people of Kerala. But there are millions and millions of people like him in Kerala, from Kerala, who live abroad, that make our country proud every day. സഞ്ജു സാംസണെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ പോലെയുള്ള അസംഖ്യം പേരെ, നല്ല ക്രിക്കറ്റർമാരായി നല്ല സ്പോർട്സ് രംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ സന്താനങ്ങൾ, നാടിൻ്റെ സന്താനങ്ങൾ, സ്പോർട്സിൽ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്താൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ എല്ലാവരെയും, ആ സ്പോർട്സ് താരങ്ങളെ എല്ലാവരെയും സഞ്ജു സാംസന്റെ പേരിൽ തന്നെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. I'm happy to come to this function which marks the culmination of the yatra that the UDF carried out. UDF നടത്തിയ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രക്ഷോഭയാത്രയുടെ സമാപനത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. And I'm happy that it was about listening to the people of Kerala, about listening to what the people of Kerala want, how they want Kerala to move ahead. കേരളത്തെ നിരീക്ഷിക്കുന്നതിന് സമമായിരുന്നു ഈ യാത്രയെ നിരീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ എന്താഗ്രഹിക്കുന്നു, അവരുടെ സ്ഥിതിഗതികൾ എന്താണ്, നാളത്തെ കേരളത്തെക്കുറിച്ചുള്ള അവരുടെ ഭാവന എന്താണ്, അത് നിരീക്ഷിക്കുന്നതിന് ഈ യാത്ര വളരെയേറെ സഹായിച്ചു. And if we want to discuss Kerala and the future of Kerala, we have to understand that Kerala is a global idea. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ, കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രഥമവും പ്രധാനവുമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളം ഒരാഗോള ആശയമാണ് എന്നുള്ളതാണ്. It is of course a state in our beautiful country, but it is also a global concept, a global idea. നമ്മുടെ രാജ്യത്തെ മനോഹരമായ ഒരു സംസ്ഥാനമാണ് കേരളം. അതുമാത്രമല്ല, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരാഗോള ആശയവും ഒരാഗോള സങ്കല്പവും കൂടിയാണ് കേരളം. And so it's important to start the discussion with what is going on at the global level. ആഗോളതലത്തിൽ നടക്കുന്ന ചർച്ചയെക്കുറിച്ച്, ആ ചർച്ച തുടങ്ങുന്നതിന് കേരളത്തെ തന്നെ ഒരു മാതൃകയാക്കിയാൽ തീർച്ചയായും അത് ഉചിതമായിരിക്കും. We have millions of our brothers and sisters
who live in the Middle East, who send remittances back from the Middle East to India. മില്യൺ കണക്കിന് പ്രവാസികളായിട്ടുള്ളവർ മധ്യപൗരസ്ത്യ ദേശത്തുണ്ട്. അവരുടെ സംഭാവനകൾ അല്പമൊന്നുമല്ല നമ്മുടെ സമ്പദ്ഘടനയെ, നമ്മുടെ രാജ്യത്തെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത്. They are worried about what is going to happen in the war. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, മധ്യപൗരസ്ത്യ ദേശത്തെ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് അവർ വളരെയേറെ ഉത്കണ്ഠാകുലരാണ്. In fact, it is almost impossible to predict what will happen in the war between the United States and Iran. അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധത്തിന്റെ അവസാന ഫലം, അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് പ്രവചിക്കാനോ മുൻകൂട്ടി പറയാനോ സാധിക്കാത്ത വിധം വളരെ സങ്കീർണമാണ് ഈ സാഹചര്യം. But what one can confidently say is that we are entering a new, unstable, dangerous phase on the planet. ഈ ഗ്രഹത്തിൽ, ഈ ഭൂമണ്ഡലത്തിൽ വളരെ അസ്ഥിരമായിട്ടുള്ള, അനിശ്ചിതത്വം ഉളവാക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണോ നാം പ്രവേശിക്കുന്നത് എന്ന കാര്യമാണ് നമ്മെ ആശങ്കരാക്കുന്നത്. And so we have to be careful and we have to protect our strength and our people. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നാം ജാഗരൂകരായിരിക്കണം. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെയും കാത്തുരക്ഷിക്കുന്നതിന് നാം ബദ്ധശ്രദ്ധരായിരിക്കണം. When a storm comes, you have to walk carefully, you have to look at what is going on, and you have to take more care than usual. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടി വരും. പരസ്പരം കരുതലോടുകൂടി, ശ്രദ്ധയോടുകൂടി നാം ജാഗ്രതയോടെ അതിനെ നേരിടേണ്ടതായിട്ട് വരും. And most of all, you have to protect your assets and your strength. നമ്മെയും നമ്മുടെ സമ്പത്തിനെയും അത് രക്ഷിക്കുന്നതിനുള്ള ജാഗ്രതയും ശ്രദ്ധയുമാണ് ഇതുപോലുള്ളൊരു സന്ദർഭം ആവശ്യപ്പെടുന്നത്. And here I must say that the Prime Minister has let the country down. He has betrayed the country. ഇവിടെ എനിക്ക് വളരെ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം, ഇതുപോലുള്ളൊരു സന്ദർഭത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രദ്ധ പുലർത്തുന്നില്ലെന്ന് മാത്രമല്ല, രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് എനിക്ക് പറയാൻ. I do not use the word lightly. I am using the word precisely because I believe that the Prime Minister has betrayed the country when he signed the US deal. ഞാൻ ഈ കാര്യം ലഘുത്വത്തോടു കൂടി പറയുന്നതല്ല. ഞാൻ ഈ വാചകം വളരെ ലളിതമായിട്ട് ഈ വാക്ക് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കുന്നതല്ല. അമേരിക്കയുമായിട്ട് കരാർ ഒപ്പിട്ടപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തെ വഞ്ചിച്ചുവെന്ന് വ്യക്തമായും സ്ഫുടമായും പറയാനാണ് ഞാൻ. And the result is going to be borne by the people of our country, by our farmers, by our small and medium business owners, by our workers. ഈ കരാർ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വളരെ ഹാനികരമായി ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്. നമ്മുടെ കർഷകരെ, നമ്മുടെ ചെറുകിട കച്ചവടക്കാരെ, നമ്മുടെ സമൂഹത്തെ ഒന്നടങ്കം നമ്മുടെ ജനങ്ങളെ വളരെ ഹാനികരമായി ബാധിക്കുന്ന ഒരു കരാറിലാണ് രാജ്യം ഭരിക്കുന്നവർ ഒപ്പിട്ടിട്ടുള്ളത്. No Prime Minister before him has opened agriculture to American agriculture. ഇതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ കാർഷിക രംഗം ഒരു വിദേശ രാജ്യത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. Large American mechanized firms are going to compete with small Indian labor-intensive farms. വളരെ വലിയ സാങ്കേതിക വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ കർഷകരുമായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് പുറത്തു നിന്നും വരുന്ന ഈ പുതിയ ആളുകളുടെ ആഗമനത്തോടുകൂടി, കരാറിലൂടെ തുറന്നു കൊടുത്തിട്ടുള്ളവരുടെ ആഗമനത്തോടുകൂടി. The result is going to be devastation in our agricultural sector, devastation for our cotton farmers, our corn farmers, our dal farmers, our fruit farmers. നമ്മുടെ ഭക്ഷ്യവിഭവങ്ങൾ, നമ്മുടെ ധാന്യങ്ങൾ, നമ്മുടെ പയർവർഗ്ഗങ്ങൾ അതെല്ലാം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകരെ തകർക്കുന്നതാണ്. ആ കാർഷിക മേഖലകളെ മുഴുവൻ തകർക്കുന്ന രീതിയിലാണ് ഈ അമേരിക്കയുമായുള്ള കരാർ ചെന്ന് അവസാനിക്കും. And our soya farmers, soybean. അതുപോലെ നമ്മുടെ സോയാബീൻ, ഈ മേഖലകളിലെല്ലാം നടക്കുന്ന കൃഷിയെ തകർക്കുന്നതായിരിക്കും ഈ കരാർ. The second thing the Prime Minister has signed away is our energy security. Energy security. ഊർജ സുരക്ഷ ആ പ്രധാനപ്പെട്ട മേഖലയാണ്, വളരെ സങ്കീർണമായിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലയാണ് ഇതിലൂടെ പ്രധാനമന്ത്രി വിദേശ ശക്തികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. Imagine that the Prime Minister of India has committed to President Trump
that India will only buy oil from who America wants it to buy oil. അമേരിക്ക പറയുന്നവർക്കും അവർ ഇഷ്ടപ്പെടുന്നവർക്കും ഏത് രാജ്യമാണോ അവിടെ നിന്ന് മാത്രമേ എണ്ണ വാങ്ങൂ എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയുമായി പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടോ എന്ന രംഗം ഒന്ന് ഭാവനയിൽ സങ്കല്പിച്ചു. Imagine that a country as powerful as ours has to take permission from the United States if it wants to buy oil from Russia. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ വേണ്ടി അമേരിക്കയുടെ സമ്മതത്തിന് വേണ്ടി ഇന്ത്യ കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമോ എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. The third thing that President Trump has extracted from the Prime Minister is Indian data. ട്രംപുമായി ഒപ്പിട്ടുള്ള കരാറിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത് തീർത്തും രഹസ്യമായിട്ടുള്ള ഡാറ്റ വിവരങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. The most valuable asset that India has is the data that we produce. ഇന്ത്യയുടെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഡാറ്റയാണ്, ഡാറ്റയുമായി സംബന്ധിച്ചിട്ടുള്ള വിവരശേഖരമാണ്. Any talk about AI has to be based on data. നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രവർത്തനവും ഏത് പ്രക്രിയയും ഈ ഡാറ്റയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ രൂപകൽപ്പന ചെയ്യാൻ And our 1.4 billion people produce the largest amount of data on the planet. നമ്മളാകട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡാറ്റ വിവരശേഖരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. This includes medical data, it includes data on movement of people, it includes communication data. ഇത് ചികിത്സാ രംഗത്തുള്ള ഡാറ്റ, വൈദ്യശാസ്ത്ര രംഗത്തുള്ള ഡാറ്റ, ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ യാത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വളരെ വികാരസാന്ദ്രമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഡാറ്റയാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. All of it has been signed away by Prime Minister Modi. ഇതെല്ലാം പ്രധാനമന്ത്രി മോദി ഒപ്പിട്ട് വിദേശ ശക്തികൾക്ക് വേണ്ടി അടിയറവ് പറഞ്ഞു വെച്ചു കൊടുത്തിരിക്കുകയാണ്. And the final thing he has done, he has promised President Trump that we will buy billions of dollars of imports from the United States. 9 lakh crore imports from the United States every year. 9 ലക്ഷം കോടി ഓരോ വർഷവും അമേരിക്കയിൽ നിന്ന് അത് വിലമതിക്കുന്ന സാധനങ്ങൾ വാങ്ങുമെന്നതാണ് ഈ കരാറിൽ ട്രംപുമായി ഒപ്പിട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. I am pretty certain that no Indian Prime Minister would do this under natural circumstances. ഒരു പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യം ഭരിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യമാണ് ഇതിലൂടെ പ്രധാനമന്ത്രി. I am confident that Narendra Modi would not sell the Indian farmer Indian data under normal circumstances. വളരെ പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ ഇതിലൂടെ ഉരുത്തിരിയുന്നു മാത്രമല്ല, ഇതിലൂടെ രാജ്യത്തെ കർഷക സംവിധാനത്തെ, രാജ്യത്തെ വിവരശേഖരത്തെ പ്രധാനമന്ത്രി വിൽക്കുകയാണ് ചെയ്തത് എന്നിവിടെ ഉന്നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. The only reason the Prime Minister has done this deal is because the Prime Minister of India has been compromised. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ വളരെ വലിയ വിട്ടുവീഴ്ചകൾക്ക് പ്രധാനമന്ത്രി വിധേയനാകേണ്ടി വന്നു എന്നുള്ളതാണ്. There are 3.5 million Epstein files that have still not been revealed. എത്രയോ എപ്സ്റ്റീൻ ഫയലുകൾ, അസംഖ്യം ഫയലുകൾ അനാവരണം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. And the Prime Minister of India is terrified that the United States will release those files. ഈ ഫയലുകളെല്ലാം തന്നെ ഉടൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് ഇതിനകം പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുകയും. Anil Ambani, a close confidant of the Prime Minister's name, is in those files. ആ ഫയലുകളിൽ പ്രധാനമന്ത്രിയുടെ പേരുണ്ട് എന്നുള്ളതും ഇവിടെ ഇതിനകം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. Hardeep Puri's name is in those files. Hardeep പുരിയാണ് ഈ പേര് ആ ഫയലുകളിൽ തീർച്ചയായും ഉണ്ടെന്ന് വ്യക്തമാക്കിയത്. And we are confident that there are many other names in these files. പല പേരുകളും ഇനിയും ഈ ഫയലുകളിൽ ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. On the other side, the United States has a criminal case on Mr. Adani. അതുപോലെ തന്നെ അദാനിയെ പോലുള്ളവരുടെ പേരുകളും അമേരിക്കയുടെ മറ്റ് രേഖകളിൽ തീർച്ചയായും കാണാൻ സാധിക്കുന്നു. And Prime Minister Modi is terrified that the finances of the BJP
and his finances will be revealed to the people of India. ഈ പേരുകളെല്ലാം തന്നെ ഇന്ത്യയിലെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, അത് വ്യക്തമാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. And that is why the Prime Minister panicked and signed the US-India deal. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് പരിഭ്രമിച്ച് അമേരിക്കയുമായുള്ള കരാറിൽ ഒപ്പിടാൻ പ്രധാനമന്ത്രി നിർബന്ധിതനായി തീർന്നത്. If you go on YouTube and you search, you will find that President Trump is openly threatening the Prime Minister of India. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തുന്ന വിദേശ ശക്തികളെ കുറിച്ച് ഈ കാര്യത്തിൽ ഫയലുകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ He openly says that he can destroy the career of Mr. Modi. മോദിയുടെ കരിയർ തന്നെ തകർക്കുമെന്ന രീതിയിലുള്ള വലിയ വിശദീകരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. So Mr. Modi is controlled by President Trump. Mr. Modi is പ്രസിഡന്റ് ട്രംപ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രധാനമന്ത്രിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിന്റെ എല്ലാം രത്നച്ചുരുക്കം. And the exact same way that Mr. Trump controls Mr. Modi controls the Chief Minister of Kerala. The same way Trump controls Mr. Modi controls the Chief Minister of Kerala. എങ്ങനെയാണോ ഈ ട്രംപ് മോദിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ പ്രകാരമാണ് പ്രധാനമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും. Everybody knows this. ഇതിന്റെ കാരണം എന്തെന്ന് ഞാൻ നിങ്ങളോട് പറയാം. In fact, if you seriously go and ask workers of the CPM this question, they will admit that what I am saying is correct. കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോട്, കേരളത്തിലെ തൊഴിലാളികളോട്, അവരുടെ പ്രശ്നങ്ങളോട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഗ്രഹിക്കാൻ കഴിയും. I want to understand why the CBI and the ED take action against opposition politicians but do not take action against the Chief Minister of Kerala or the politicians of Kerala. കൂട്ടരും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ ഇവിടുത്തെ UDFന്റെ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കുമെതിരെ നീങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും കൂട്ടർക്കുമെതിരെ നീങ്ങാൻ അവർ മുന്നോട്ട് വരാത്തത് എന്നുള്ളതും ഈ അവസരത്തിൽ I've got 36 cases on me. 36 cases. 36 കേസാണ് അദ്ദേഹത്തിനെതിരെ ഇവിടെ രംഗത്തുള്ളത്. 36 കേസാണ് ഈ രാജ്യത്ത് എനിക്കെതിരെ ഇതിനകം അവരെടുത്തിട്ടുള്ളത്. I have been interrogated by the ED for 55 hours continuously. 55 മണിക്കൂർ ദീർഘമായ സമയം എന്നെ ഇരുത്തി വിചാരണ ചെയ്യാനും ഈ ED തയ്യാറായിട്ടുണ്ട്. Why has the ED taken no action on the Chief Minister of Kerala and his family? എന്തുകൊണ്ടാണ് ED മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അനങ്ങാപ്പാറ നയത്തോടെ ഒരു നടപടിയും എടുക്കാതെ ഇരിക്കുന്നത്? And the reason is that they are working together. കാരണം വളരെ വ്യക്തമാണ്, അവർ ഒന്നിച്ച് ചേർന്നുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം. In fact, in Kerala, it is not the CPM and the BJP. കേരളത്തെ സംബന്ധിച്ച് പ്രശ്നം CPI BJP എന്നതല്ല, it is the CJP. അത് CJP എന്നുള്ളതാണ്. അവർ കൂട്ടുചേർന്നുകൊണ്ടുള്ള പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള, everybody knows that they are partners. അവർക്ക് എല്ലാവർക്കും അറിയാം അവർ ഘടകകക്ഷികളെ പോലെയാണ്. And everybody knows that they are working together in Kerala to defeat the UDF. അവരെല്ലാവരും പരസ്പരം സഹകരിച്ച് അവർ രണ്ടു കൂട്ടരും UDFനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിച്ചുവെന്ന കാര്യവും എല്ലാവർക്കും അറിവുള്ളതാണ്. I also want to ask my friends, workers in the left front, a question. LDF ഇടതുപക്ഷത്തുള്ള പ്രവർത്തകരോട്, അതുപോലെ അവരോട് ഞാൻ തീർച്ചയായും ഒരു ചോദ്യം അവരുടെ മുമ്പാകെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. You call yourself a communist government. നിങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റിനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്നാണ് വിളിക്കുന്നത്. Please tell me what is communist about your government in Kerala today? ഈ കേരളത്തിലെ ഗവൺമെന്റിന് എന്ത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമാണുള്ളത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. This is the most corporatist government that Kerala has ever seen. ഇത് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും
ഏറ്റവും മുതലാളിത്തപരവുമായിട്ടുള്ള ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. It is against the interests of the workers. It is against the interest of small business. It is against the interest of the farmers. And it is for the interest of the biggest businessmen. ഇത് വലിയ വലിയ വൻ കുത്തകകളെ പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമാണ്, കർഷക വിരുദ്ധമാണ്, ചെറുകിട കർഷകർക്കെതിരാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു താല്പര്യവും സംരക്ഷിക്കാതെ ഏതാനും കുത്തകകളെ മാത്രമാണ് അവർ വളർത്തുന്നത്. In fact, I have a suggestion for them. ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് അവരുടെ മുമ്പാകെ ഒരു നിർദ്ദേശം വെക്കാനുണ്ട്. Your name is Communist Party of India. നിങ്ങളുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ്. Change it to Cooperatist Party of India. കോംപ്രിഹെൻസ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് നിങ്ങളുടെ പേര് മാറ്റാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ്. At least stand for what you say you are. പറയുന്നതിന് വേണ്ടി പുറത്തു വന്ന് ആ നിലപാട് വ്യക്തമാക്കി പ്രവർത്തനത്തിൽ മുന്നോട്ടിറങ്ങി ആ വാക്ക് പോലെ പ്രവൃത്തിയിലും നിലകൊള്ളാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം. You can ask their workers this question, and I guarantee you at least 50% will say, you know what Rahul Gandhi has said is true. We are no longer the Communist Party of Kerala, we are the Corporate Party of Kerala. ഞങ്ങൾ ഈ ചോദ്യം നിങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയിലെ പ്രവർത്തകരോട് ചോദിച്ചാൽ അവരിൽ 50% പേരെങ്കിലും സമ്മതിക്കും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ് എന്ന്. അവരിൽ 50% പേരും സമ്മതിക്കുക മാത്രമല്ല അവരുടെ പാർട്ടി അവരുടെ ആദർശത്തെ ഉൾക്കൊള്ളുന്നില്ല എന്ന് പരസ്യമായി സമ്മതിക്കും. The other question I would like to ask is one of the holiest places in Kerala, the Sabrimala temple. Gold was stolen from the Sabrimala temple. ഈ കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ശബരിമല. അവിടുത്തെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നതും വളരെ വ്യക്തമാണ്. Multiple leaders of the CPM were jailed. എത്രയോ CPM-ന്റെ നേതാക്കന്മാർ ജയിലിൽ അടക്കപ്പെട്ടു ഇതിന്റെ പേരിൽ. And the investigation was stopped from reaching the top. വളരെ മുകളിൽ നിന്ന് തന്നെ ആജ്ഞ നൽകിക്കൊണ്ട് ഓർഡർ ഇറക്കിക്കൊണ്ട് അവർക്ക് നേരെയുള്ള സകല അന്വേഷണവും സ്തംഭിപ്പിക്കുകയും മരവിപ്പിക്കുകയും ചെയ്തു. Don't worry, we will take strict action against the people who have dishonored Sabrimala. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല. അവിടുത്തെ സ്വർണം കട്ടവർക്കെതിരെ ശക്തമായ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നാം എടുക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. I was just speaking to the leaders who took part in the yatra. യാത്രയിൽ പങ്കെടുത്ത നേതാക്കളോട് ഞാൻ അല്പം മുമ്പ് സംസാരിക്കുകയായിരുന്നു. And I said it is a listening yatra. It was a yatra that listened to people. ജനങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു യാത്രയാണത് എന്ന് അവർ എന്നോട് പറഞ്ഞു. And everybody understands that the LDF government has created a massive unemployment problem in Kerala. കേരളത്തെ സംബന്ധിച്ച് വളരെ വിപുലമായിട്ടുള്ള വ്യാപകമായ തൊഴിലില്ലായ്മ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചു എന്നുള്ളതും വളരെ വ്യക്തമാണ്. Modi has destroyed the employment system in India, and CPM has destroyed the employment system in Kerala. മോദി ഇന്ത്യയുടെ തൊഴിൽ മേഖല തകർത്തു, തൊഴിലില്ലായ്മ രൂക്ഷമാക്കി. CPM കേരളത്തിന്റെ തൊഴിൽ മേഖല തകർത്തു, ഇവിടെ തൊഴിലില്ലായ്മ വ്യാപകമാക്കി. And we are going to take full action on reigniting employment in Kerala. നാം ഈ കാര്യത്തിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി കർക്കശമായ കൃത്യമായ പ്രവർത്തനങ്ങളും നടപടികളും എടുക്കുമെന്ന് we will support small and medium businesses and once again bring employment back to Kerala. നാം വീണ്ടും ചെറുപ്പക്കാരെ സാങ്കേതിക രംഗത്ത് പുതിയ ഉണർവ് ഉണ്ടാക്കിക്കൊണ്ട് പുതിയ തൊഴിലുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് യുവാക്കൾക്ക് വിപുലമായി തൊഴിൽദാന പദ്ധതികൾ നാം ആവിഷ്കരിക്കും. We do not like the fact that millions of people from Kerala are forced to go abroad for employment. ഈ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് മില്യൺ കണക്കിന് ചെറുപ്പക്കാർ വിദേശത്ത് പോയി തൊഴിലെടുക്കാൻ നിർബന്ധിതരാകുന്നത് എന്ന കാര്യം നാം ഇപ്പോഴും ആലോചിക്കുന്നു. In addition to that, we are going to provide some basic protections to the people of Kerala. അതുമാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ചില അടിസ്ഥാനപരമായ സുരക്ഷാ നടപടികൾ അനിവാര്യമാണ്. That will be like a protective cover for the people of Kerala. Protective cover. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സുരക്ഷാ വലയം എല്ലാ അർത്ഥത്തിലും ജീവിത രംഗത്ത് പണിതു കൊടുക്കേണ്ടതുണ്ട്. So we have 5 guarantees
which we are proposing for the people of Kerala. 5 ഗ്യാരണ്ടികളാണ്, 5 ഉറപ്പുകളാണ്, പഞ്ചവ്യവസ്ഥകളാണ് ഈ രംഗത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത്. So the first guarantee is a free bus travel for all women in KSRTC buses. ആദ്യത്തെ ഗ്യാരണ്ടി കേരളത്തിലെ KSRTC വാഹനങ്ങളിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം തീർത്തും സൗജന്യമായ നിരക്കിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. 1,000 rupees a month financial assistance to college going girl students. മാസാന്തം 1000 രൂപ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. Welfare pensions increased to 3,000 rupees a month. ക്ഷേമ പെൻഷൻ മാസാന്തം 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. The Congress government in Rajasthan came up with a fantastic health insurance scheme. രാജസ്ഥാനിലെ ഗവൺമെന്റ് വളരെ സമഗ്രമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. It was praised all over the world. അത് ലോകത്ത് മുഴുവനും പ്രശംസിക്കപ്പെട്ടു. And one of our greatest leaders was Omen Chandy ji. നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ പെടുന്ന വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻ ചാണ്ടിജി. So we are going to name the new health insurance scheme for Kerala after Omen Chandy ji. ഉമ്മൻ ചാണ്ടിയുടെ കാലശേഷം കേരളത്തിലെ ആ ഇൻഷുറൻസ് സംഭവത്തിന് അതിന് തകർച്ച സംഭവിച്ചിട്ടുണ്ട്. And that is going to provide 25 lakh rupees of insurance for every household. ഓരോ വീടിനും ഓരോ കുടുംബത്തിനും 25 ലക്ഷം വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. Up to 5 lakh interest-free loans for youngsters who want to start their businesses. അതിൽ 5 ലക്ഷം വരെയുള്ളവർക്ക് അതിൽ 5 ലക്ഷം വരെ ചെറുപ്പക്കാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് സൗജന്യമായി കടം ഫ്രീ ലോൺ നൽകുന്നതിനായിരിക്കും ഉപയോഗപ്പെടുത്തുക. And a dedicated ministry for senior citizens welfare. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി അവർക്ക് സേവനത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക മന്ത്രാലയം പ്രായം ചെന്നവർക്ക് വേണ്ടി തുടങ്ങാൻ നാം തയ്യാറാകും. You know, today I had a talk with some technology experts. ഇന്ന് ചില സാങ്കേതിക വിദഗ്ധരുമായിട്ട് സംഭാഷണം നടത്താൻ എനിക്ക് അവസരമുണ്ടായി. And we discussed the future of Kerala with regards to technology, with regards to data. ഡാറ്റയുമായി ബന്ധപ്പെട്ട് സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് അവരോട് വളരെ ഗൗരവത്തിൽ ചർച്ച നടത്താൻ സാധിച്ചു. And one of the questions I was asked in that conversation was, when are we going to see that freebies are not given to people in politics anymore? That freebies എന്നാണ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പ്രദാനം ചെയ്യാനും പോകുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായിട്ട് ഞാൻ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. And my answer to the question was that freebies are actually given to Adani and Ambani. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാനുണ്ടായ കാരണം ഈ ഫ്രീബീസ് എപ്പോഴും നൽകപ്പെടുന്നത് അദാനിക്കും കൂട്ടർക്കും മാത്രമാണ് ഈ രാജ്യത്ത്. Lakhs of crores of their loans are forgiven. കോടിക്കണക്കിന് വരുന്ന അവരുടെ കടങ്ങളാണ് എഴുതി തള്ളിയിട്ടുള്ളത്. They are given huge tracts of land for free. അവർക്ക് ഫ്രീ ആയിട്ട് ഏക്കർ കണക്കിന് ഭൂമി വിട്ടുകൊടുത്തിരിക്കുകയാണ്. So it is absolutely correct for us to provide protection to the poorest people of our state. അതുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സുരക്ഷ നൽകുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. And we are proud that we are providing this protection to the people of Kerala. ഇതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ സുരക്ഷ പ്രദാനം ചെയ്യാൻ സാധിക്കുമെന്ന് നാം തീർച്ചയായും പ്രത്യാശിക്കുന്നു. Finally, I'd like to end with a little bit of political advice. അവസാനം എനിക്കല്പം
രാഷ്ട്രീയ ഉപദേശവും നിങ്ങളുടെ മുമ്പാകെ വെക്കാം. And this is not coming from me, but this is coming from the people of Kerala. ഇത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. And it is advice to the leadership of the UDF. അത് മുമ്പിലിരിക്കുന്ന നിങ്ങളോടല്ല, വേദിയിലുള്ള നേതാക്കളോടാണ്, UDFന്റെ നേതാക്കളോടാണ് എനിക്ക് നടത്താൻ. Not from me, but from the people of Kerala. എൻ്റെ ഭാഗത്ത് നിന്നല്ല, കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നാണ് ആ നിർദ്ദേശവും ഉപദേശവും. So don't get angry with me, I am the messenger only. അതുകൊണ്ട് എന്നോട് ദേഷ്യം പിടിക്കരുത്, ഞാൻ ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എത്തിച്ചു നൽകുന്ന ഒരു ദൂതൻ മാത്രമാണ്. See, there are many beautiful dances in Kerala. Dances. കേരളത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള നർത്തകരുണ്ട്. മോഹിനിയാട്ടം, ഒരുപാട് നൃത്തരൂപങ്ങളുള്ള കല കൊണ്ട് വളരെ സമ്പന്നമായിട്ടുള്ള പ്രദേശമാണ് കേരളം. Some dances are individual dances. ചില നൃത്തങ്ങൾ വ്യക്തിഗത നൃത്തങ്ങളാണ്. Where suddenly one dancer comes in the middle and starts to dance. ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് ഒറ്റക്ക് നൃത്തം ചെയ്യാൻ തുടങ്ങും, അത് ആളുകളെ ആകർഷിക്കും. Like in Mohiniyattam, one person dances. മോഹിനിയാട്ടം നോക്കൂ, ഒറ്റ വ്യക്തിയാണ് വേദിയിൽ വരുന്നത്, ആ ഒറ്റ വ്യക്തി നൃത്തം ചെയ്യുന്നു. And then there are also group dances where everybody dances together. അതോടൊപ്പം സംഘനൃത്തങ്ങളുമുണ്ട്. ആ സംഘനൃത്തങ്ങളിൽ ഒരുപാട് പേർ ഒന്നിച്ചു ചേർന്ന് നൃത്തം വെക്കുന്നതാണ് നാം കാണാറുള്ളത്. Now, when a group dance is taking place, suddenly if one person starts to dance, it looks ridiculous. അങ്ങനെ ഒരു സംഘനൃത്തം നടക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരാൾ വന്ന് ഒറ്റക്കൊരു നൃത്തം നടത്തി മറ്റുള്ളവരുടെ ആകർഷണം നേടാൻ ശ്രമിക്കാറുണ്ട്. So the advice from the people of Kerala to the UDF leaders is dance together. അതുകൊണ്ട് കേരളത്തിലെ UDF നേതാക്കളോട് എനിക്ക് നൽകാനുള്ള ഉപദേശം, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകാനുള്ള ഉപദേശം, ഒന്നിച്ചു ചേർന്ന് കൂട്ടമായി ഒരു സംഘനൃത്തമായി മാറൂ. And they are already saying if the UDF dances together harmoniously, we are going to make you the government of Kerala. They already saying. ജനങ്ങൾ ഒരു കാര്യവും കൂടി അതിന്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്. UDF നേതാക്കന്മാർ ഒന്നിച്ചു ചേർന്ന് കൈകോർത്ത് പിടിച്ച് ഒരു സംഘനൃത്തം സമ്മാനിച്ചാൽ ഞങ്ങൾ നിങ്ങളെ അധികാരത്തിൽ എത്തിക്കാമെന്നും കേരളത്തിലെ ജനങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഞാൻ കേൾക്കുന്നു. So that was little bit of political advice. I apologize if it was out of place. അതാണ് എൻ്റെ രാഷ്ട്രീയ ഉപദേശം. അങ്ങനെ പറയുന്നതിൽ വല്ല അനിഷ്ടവും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. Once again, whenever I come here, it is an honor for me to come to Kerala, this great land, to come to see the people of Kerala. ഈ മഹത്തായ നാട്ടിൽ വരുന്നത്, കേരളത്തിൽ വരുന്നത്, ഇവിടുത്തെ സുന്ദരന്മാരായിട്ടുള്ള സൗന്ദര്യമുള്ള ജനങ്ങളെ കാണുന്നത്, നല്ല മനുഷ്യരെ കാണുന്നത് വളരെ സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള കാര്യമാണ്. I am looking at that picture over there. That picture there. ഞാൻ ഈ വേദിയുടെ ഒരു വശത്ത് വെച്ചിരിക്കുന്ന ഈ ചിത്രം സാഗൂതം ശ്രദ്ധിക്കുകയായിരുന്നു. And I can see top quality leadership in that photograph. എനിക്ക് ഈ ഫോട്ടോയിൽ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെയാണ് കാണാൻ സാധിക്കുന്നത്. Each person in that photograph is a formidable political leader. ഈ ചിത്രത്തിൽ കാണുന്ന ഓരോ നേതാവും കേരളത്തെ സംബന്ധിച്ച് അവഗണിക്കാൻ കഴിയാത്ത ശക്തന്മാരായിട്ടുള്ള നേതാക്കളാണ്. And each one of them represents some part of Kerala society. കേരളീയ സമൂഹത്തിന്റെ ഏതെങ്കിലും സുപ്രധാനമായ ഒരു ഭാഗത്തെയാണ്, അതിന്റെ പ്രതിനിധി ഭവിക്കുകയാണ് ഇതിലെ ഓരോ നേതാവും ചെയ്യുന്നത്. So I want them to all work together to defeat the corrupt left front government. ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. And to help give a fantastic future to the people of Kerala. കേരളത്തിന് അത്ഭുതകരമായിട്ടുള്ള ഒരു ഭാവി സമ്മാനിക്കണമെന്നും ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. I said today earlier that I owe a debt to the people of Kerala. I owe debt to the people of Kerala. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് വളരെ കടപ്പെട്ടവനാണ്. And I will never forget that debt. ഞാൻ ഒരിക്കലും കേരളത്തിലെ ജനങ്ങളോടുള്ള കടപ്പാട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കുകയില്ല. When I was being attacked mercilessly, ruthlessly
by the BJP, by the RSS, Kerala embraced me. BJPയുടെയും RSSന്റെയും ക്രൂരമായ ദയാദാക്ഷിണ്യമില്ലാത്ത ആക്രമണങ്ങൾക്ക് ഞാൻ ഇരയാക്കപ്പെട്ടത് തീർച്ചയായും ഞാൻ They say that you find out who your friends are in the most difficult time. ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത്, അങ്ങനെ ആക്രമിക്കപ്പെട്ട സമയത്ത് കേരളത്തിലെ ജനങ്ങളാണ്, നിങ്ങളാണ് എൻ്റെ കൂടെ ഒരു മടിയും കൂടാതെ നിലയുറപ്പിക്കുകയുണ്ടായത്. In the most difficult time I found out that Kerala is my friend. വളരെ പ്രയാസമേറിയ ക്ലേശകരമായ സന്ദർഭങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉറച്ചു നിലകൊള്ളുന്നത് മാത്രമാണ് എനിക്ക് കാണുവാൻ. Not just my friend but my protector also. My protector. Not just my friend but also my protector. മാത്രമല്ല ഇതെന്റെ സംരക്ഷകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ മാത്രമല്ല, അല്ലാത്തവരും എന്നോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. So I am ready to do whatever the people of Kerala want to help build a good future for the people. അതുകൊണ്ട് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണോ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ ഞാൻ സർവദാ സന്നദ്ധനാണ് എന്ന് ഞാൻ എൻ്റെ സഹോദരൻ. And I am forever a soldier of the people of Kerala. ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പടയാളിയാണ്, നിങ്ങളുടെ കർമ്മഭടനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയും. Thank you very much. നിങ്ങൾക്ക് എൻ്റെ നന്ദി. Namaskar. നന്ദി പ്രകാശനത്തിനായി UDFന്റെ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് PK വേണുഗോപാലിനെ ക്ഷണിക്കുന്നു. പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, പ്രിയങ്കരനായ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ഈ കഴിഞ്ഞ ഒരു മാസം കേരളത്തിലൂടെ ജൈത്രയാത്ര നടത്തിയ ശ്രീ VD സതീശൻ, ഈ വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, ഒരു സംഘ നൃത്തത്തിൻ്റെ ചുവടുവയ്പ് നമ്മൾ ആരംഭിക്കുകയാണ്. സദ്ഭരണത്തിൻ്റെ ശുഭപ്രതീക്ഷയുടെ കഴിഞ്ഞ ഒരു ദശകക്കാലമായി കേരളത്തെ മുച്ചൂടും പിടിച്ച ഗവൺമെന്റിനെതിരായ പോരാട്ടത്തിലെ വിജയ മുഹൂർത്തം സമാഗതമാവുകയാണ്. നമുക്ക് ഒരുമിച്ച് നീക്കാം. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിൽ ഉടനീളം നമ്മൾ സൃഷ്ടിച്ച ആ വലിയ ചലനം, അത് തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കാം. ഈ യോഗത്തിൽ പങ്കെടുത്ത ആദരണീയായ രാഹുൽ ഗാന്ധി അവർ, അധ്യക്ഷത വഹിച്ച ശ്രീ VD സതീശൻ അവർ, അതുപോലെ തന്നെ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, ഈ യോഗത്തിൽ ഈ വേദിയിലുള്ള UDFന്റെ പാണക്കാട് തങ്ങൾ forefront of information technology are going to struggle. Lots of our software engineers are going to be replaced by AI. What we will do with AI and what we will do with the social revolution in this country, we would start by telling our young men and women that they have to be at the forefront of this revolution. Number two, we would ensure that the absolute best experts on these technologies would talk to our students, would talk to our youngsters and guide them on what these future technologies are going to do. We would make them partners in this revolution. Good morning, Technopark. We all are so privileged to have our leader of opposition, Sri Rahul Gandhi, in Technopark. So before going to the official program, I request you to play 1 minute video of Technopark.
not about building a career. It's about forging connections and maintaining a balance that fuels both